നിലവിലുള്ള സ്പീക്കറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മാഗ്നറ്റ് ജസ്റ്റ് കോയിൽ മാറ്റാതെ തന്നെ നിങ്ങൾ നിലവിലുള്ള സ്പീക്കറിന്റെ വാട്ട്സ് എങ്ങനെ ഡബിൾ ആക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം അതിന് ഇത്രേ ചെയ്യാനുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്പീക്കറിന്റെ ഈ മാഗ്നറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ പെർമനന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാഗ്നറ്റ്, അത് അളവെടുക്കുക. അതിന്റെ അളവ് ഈ സ്കെയിൽ കൊണ്ട് അടക്കുമ്പോൾ ഇത് ഏകദേശം നോക്കിയാൽ 120 mm, 12 സെന്റിമീറ്റർ 120 mm ആണ് ഉള്ളത്. അപ്പോൾ 12 സെന്റിമീറ്റർ. പിന്നെ തിക്നെസ് നോക്കുക. തിക്നെസ് നോക്കുന്ന സമയത്ത് ഏകദേശം ഇവിടെ മുകളിലേക്ക് എടുക്കേണ്ട അത് മാത്രം 25 mm, 25 mm. പിന്നെ ഓടി 120 mm. ജസ്റ്റ് നിങ്ങൾ ഓൺലൈനിൽ ടൈപ്പ് ചെയ്യുക മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ് എന്ന് അടിച്ചാൽ അതിന്റെ റേറ്റ് കിട്ടും. 250 രൂപ, 300 രൂപ. ആ റേറ്റൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്തെങ്കിൽ വീട്ടിലെത്തും. എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇപ്പം നിങ്ങൾ 100 വാട്ടാണെങ്കിൽ നിങ്ങൾ ആ മാഗ്നറ്റ് എത്തിയതിന് ശേഷം, ഇപ്പം എൻ്റെ അടുത്ത് ചെറിയ മാഗ്നറ്റ് ഉള്ളൂ കാണിച്ചു തരാം. ഇതേ വലുപ്പത്തിലുള്ള മാഗ്നറ്റ് സെയിം. ഇനി മാഗ്നറ്റ് തിക്നെസ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. എന്താ ഒരു വശത്തേക്ക് മാത്രമേ അത് പിടിക്കൂ, തിരിച്ചു പിടിക്കില്ല. അപ്പോൾ ഏത് ഭാഗത്തേക്കാണ് വരുന്നത് അതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും, ഈ അളവിൽ വരും. അപ്പോൾ ആദ്യം കുറച്ച് പേസ്റ്റ് ഗം വെച്ചതിന് ശേഷം വേണം വെക്കാൻ, അല്ലെങ്കിൽ തട്ടിയാലൊക്കെ തെറിച്ചു പോകും. അപ്പം ഇപ്പോൾ ഉള്ളതിൻ്റെ പവർ ഡബിളായി മാറും. അങ്ങനെ നിങ്ങൾക്ക് അതാണ് ഒട്ടിച്ച് വെക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ വെച്ചാൽ മാഗ്നറ്റ് പിടിച്ചിരിക്കും, എങ്കിലും നമുക്ക് ആ നീങ്ങിപ്പോയിരിക്കാൻ വേണ്ടി ഗം വെച്ചതിന് ശേഷം അവിടെ നന്നായിട്ട് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് ഇത്രയുള്ളൂ, ഇവിടെ എത്തും ഏകദേശം ഇത്ര ഡബിൾ മാഗ്നറ്റ്. അപ്പോൾ ഹൈ പവറായി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.